നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശങ്ക വേണ്ട. ഒമിക്രോണിനെ നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് സൗദി അറേബ്യ. വൈറസ് വകഭേദം രാജ്യത്ത് സ്ഥിരീകരിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് സൗദി ആരോഗ്യ മന്ത്രാലയം. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെ നേരിടാനുള്ള കഴിവും അനുഭവ സമ്പത്തും രാജ്യത്തിനുണ്ടെന്നും വ്യക്തികളെയും സമൂഹത്തെയും സംരക്ഷിക്കാൻ നിലവിലുള്ള നടപടിക്രമങ്ങൾ മതിയാകുമെന്നും സൗദി ആരോഗ്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. GCCയിൽ ആദ്യ ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചതിന് ശേഷം ആദ്യമായി നടത്തുന്ന വാർത്താ സമ്മേളനത്തിലാണ് വക്താവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊറോണയെയും അതിന്റെ വകഭേദങ്ങളെയും കുറിച്ചുള്ള കിംവദന്തികളും തെറ്റായ വിവരങ്ങളും സൂക്ഷിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. പുതിയ വൈറസിനെ നേരിടാൻ രാജ്യത്ത് ആവശ്യമായ നടപടിക്രമങ്ങൾ എളുപ്പമാണ്. മാസ്ക് ധരിക്കുക, പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയാക്കുക, ഉത്തേജക ഡോസ് എടുക്കുക എന്നിവയാണ് ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ നടപടികൾ. ഒമിക്രോണിനെ കുറിച്ച് വേണ്ടത്ര വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസ് ആവശ്യമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് ക്വാറന്റൈനിൽ വിട്ടത്. 24 രാജ്യങ്ങളിൽ ഒമിക്രോൺ അണുബാധ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സൗദി അറേബ്യയിൽ 34 പുതിയ കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 24 പേരുടെ രോഗം സുഖമായി. ഇതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 39ആയി. സൗദിയിലെ ആകെ കൊറോണ ബാധിതരുടെ മരണസംഖ്യ 8837 ആണ്. ഇതോടെ രാജ്യത്ത് ഇതുവരെയുള്ള കൊറോണ ബാധിതരുടെ എണ്ണം 5,49,786 സുഖം പ്രാപിച്ചവരുടെ എണ്ണം 5,38,939 കഴിഞ്ഞ ദിവസമാണ് കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ചത്. ഒരു വടക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് നിന്നെത്തിയ യാത്രികനാണ് വകഭേദം സ്ഥിരീകരിച്ചതെന്ന് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. യാത്രികനെയും ഇയാളുമായി സമ്പർക്കം പുലർത്തിയവരെയും ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മലാവി, സാംബിയ, മഡഗാസ്കർ, അങ്കോള, സീഷെൽസ്, മൗറീഷ്യസ്, കൊമറോസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ സൗദി അറേബ്യ റദ്ദാക്കിയിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ ക്വാറന്റൈനും സൗദി കർശനമാക്കിയിട്ടുണ്ട്. കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം ഉയർന്ന അപകട സാധ്യതയുള്ളതാകാമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ഒമിക്രോൺ എത്രത്തോളം ഗുരുതരമാകാമെന്നതിൽ അഭ്യൂഹങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു ലോകാരോഗ്യ സംഘടന നിലപാട് വ്യക്തമാക്കിയത്. ഒമിക്രോൺ പടർന്നു പിടിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. ഒരാഴ്ച മുൻപാണ് കോവിഡിന്റെ പുതിയ വകഭേദം ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയത്. ഇതിന് ഒമിക്രോൺ എന്ന പേരും പിന്നീട് നൽകി. ഒമിക്രോൺ സംബന്ധിച്ച പഠനങ്ങൾ പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. വകഭേദത്തിന്റെ തീവ്രത, വ്യാപനശേഷി തുടങ്ങിയ കാര്യങ്ങളിൽ പഠനത്തിലൂടെ മാത്രമേ കൃത്യത ലഭിക്കുകയുള്ളൂ. ഒമിക്രോൺ വകഭേദം അപകടകാരിയാണെന്നതിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല എന്ന് WHO നേരത്തെ പ്രതികരിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരുന്നു. പല രാജ്യങ്ങളും ആഫ്രിക്കയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യയും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.